മുന്നിലുണ്ടാവും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയങ്കരനായ SKSSFൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നാസർ ഫൈസി കൂടത്തായി, ഈ വേദിയിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള, സംസ്ഥാനത്ത് പുറത്തുനിന്നുമുള്ള ഉയർന്ന വ്യക്തിത്വങ്ങൾ, സംഘടനാ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ SKSSFൻ്റെ കർമ്മഭടന്മാരായ എൻ്റെ അനുജന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ കരളിൻ്റെ കരളായി സ്നേഹിക്കുന്ന ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന ബറക്കത്ത് കൊണ്ട്, പുണ്യം കൊണ്ട്, തങ്ങളുടെ പേരിൽ നടത്തുന്ന ഏറ്റവും വലിയ ഈ വഞ്ചന തുറന്നു കാണിക്കാനും അതുവഴി നബിതങ്ങൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നതും അവമതിക്കപ്പെടുന്നതും അവസാനിപ്പിക്കാനും കാരണമായി, സജീവമായി എന്നാൽ സംയമനത്തോടെ ഭംഗിയായി പ്രവർത്തിക്കാനും വിജയിപ്പിക്കാനും നമുക്കേവർക്കും തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കട്ടെ. പരിമിതമായ സമയത്തിനകം വിഷയാധിഷ്ഠിതമായി കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. ആമുഖമായി കൂടുതലൊന്നും പറയുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പ്രവാചകരുടെ തിരുവിശേഷം മർക്കസിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വാർത്ത അവരുടെ ദിനപത്രത്തിൽ വരാറുണ്ട്. റബീഉൽ അവ്വൽ 12-ന് അത് പുറത്തെടുത്ത് വെള്ളം മുക്കി വെള്ളം കൊടുത്തു എന്നൊക്കെ ചെറിയ ചെറിയ വാർത്തകൾ വരാറുണ്ട്. ഞാനിത് കാണാറില്ല. ചില സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ വാർത്ത വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രഥമ ദൃഷ്ട്യാ തന്നെ 2 കാരണങ്ങളാൽ ഇത് സംശയം ജനിപ്പിച്ചു. ഒന്ന്, കാന്തപുരത്തെ നമുക്ക് വന്യരായ ഉസ്താദുമാരുടെയും നേരിട്ടും അടുത്തറിയാം. വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും ഒരു ലജ്ജയുമില്ലാത്ത മാന്യ പണ്ഡിതനാണ് അദ്ദേഹം. രണ്ടാമത്തെ കാര്യം, ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമെങ്ങാനും ഇവർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ രാജ്യമെമ്പാടും വലിയ ഒച്ചപ്പാടുണ്ടാക്കില്ലേ. വാർത്താ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കൊണ്ടുവരാൻ വേണ്ടി 10,001 വണ്ടികളും അകമ്പടികളും എന്തൊക്കെ ഉണ്ടാവും. ഇതുണ്ടായില്ല എന്ന് മാത്രമല്ല, സത്യത്തിൽ ഉള്ളാൾ തങ്ങളെ ആദരിക്കാൻ വേണ്ടിയുള്ള ഷാള് കേരളത്തിലെ പ്രധാന മക്ബറുകളൊക്കെ കൊണ്ടു നടന്ന് ബർക്കത്തെടുത്ത് കൊടുത്തിട്ടാണ് ആദരിച്ചിട്ടുള്ളത്. ഒരു ഷാൾ ആദരിക്കാനുള്ളത്. ഇത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരണീയമായ ആ വിശുദ്ധമായ ഒരു കേശമെങ്ങാനും ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര വലിയ സംഭവമാക്കുമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ സംശയം. എന്തേതിങ്ങനെ ഒതുക്കി സൂക്ഷിക്കാൻ. അപ്പോൾ എന്തായിരുന്നാലും ഇത് ശരിയാകാൻ സാധ്യതയല്ല. നമുക്ക് മനസ്സ് വിളിച്ചു പറഞ്ഞു. സ്വാഭാവികമായും ഒരു ഉത്തരവാദപ്പെട്ട വിനീതനായ ഈ പ്രവർത്തകൻ എന്ന നിലയിൽ സംഘടനയ്ക്ക് വേണ്ടി നമ്മുടെ കോഴിക്കോട് സംസ്ഥാന ഓഫീസിൽ നിന്ന് നമ്മുടെ ഈ സംഘടനാ നേതാക്കൾ പല ഭാരവാഹികളുണ്ട്. ഞങ്ങൾ കാരന്തൂർ മർക്കസിൽ വിളിച്ചു. ഇതിൻ്റെ നിജസ്ഥിതി നേരിട്ടറിയാൻ. കാരണം നമ്മൾ രംഗത്ത്, സംഘടനാ രംഗത്ത് അനുഭവിക്കുന്ന 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ സംശയം ചോദിക്കാൻ തുടങ്ങി, ഇവിടെ തങ്ങളുടെ മുടിയിട്ട് അതിൻ്റെ വെള്ളം കിട്ടുമെന്ന് പറയുന്നത് പോകാൻ പറ്റുമോ?
രണ്ടാമത്തൊന്ന്, ഏത് സംഘടനാ ക്യാമ്പിൽ ചെന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുള്ള ചോദ്യം, കാരന്തൂർ മർക്കസിൽ തങ്ങളുടെ മുടിയുണ്ട് എന്ന് പറയുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം? കാന്തപുരവുമായി നമുക്ക് സംഘടനാപരമായ ഒരുപാട് വിയോജിപ്പുകളുണ്ട്. പക്ഷേ ആദർശ രംഗത്ത് നമ്മൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് തള്ളിപ്പറയാൻ പ്രയാസമുണ്ട്. കാരണം മുജാഹിദിന് ശക്തി പകരണ്ട. അപ്പോൾ അത് നിജസ്ഥിതി അറിഞ്ഞ് ഉള്ളതാണെങ്കിൽ ഉള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് അംഗീകരിക്കാമല്ലോ എന്ന നിലയിൽ ഞങ്ങൾ സംസ്ഥാന ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. അദ്ദേഹം സ്ഥലത്തില്ലെന്ന മറുപടി കിട്ടി. വിഷയം ഇന്നതാണ്, വിളിക്കുന്നത് ഞങ്ങൾ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഒരു കാര്യം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസിൻ്റെ അദ്ദേഹത്തിൻ്റെ പുതിയാപ്പിളിന് അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുത്തു, സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു 3-4 ദിവസത്തിനകത്തും നിങ്ങൾ നേരിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിക്കാം, എന്നാലും പ്രാഥമികമായ വിവരം നമുക്കൊരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒരു വലിയ സംഭവമല്ലേ? അപ്പോൾ അദ്ദേഹം അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ മൂപ്പർ കിട്ടിയ എനിക്കതിനെ പറ്റിയാറ്, ഞങ്ങൾ മൂപ്പരനെ വന്നിട്ട് നേരിൽ ചോദിച്ചോളിയാണ്. അപ്പോൾ നമ്മളെ സംശയത്തിനേക്കാളും വലിയ ഉറപ്പ് മൂപ്പർക്കുണ്ട്, ഇത് എന്തായാലും ഇത് തങ്ങളെ മുടിയാതെ മൂപ്പർക്കും വിശ്വാസമല്ല. അങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ നാഷണൽ ദഅവ കോൺഫറൻസ് കോഴിക്കോട് നടക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഓഫീസിലുണ്ട്. നമ്മൾ ഓഫീസിൽ ലാൻഡ് ഫോണിൽ നിന്ന് എ പിക്ക് വിളിച്ചു. എ പി അബൂബക്കർ മുസ്ലിയാർ വിളിച്ചപ്പോൾ 10 മണിക്ക് ഷെയ്ഖുന കൊടുക്കാമെന്ന് പറഞ്ഞു. 10 മണിക്ക് വിളിച്ചു. അദ്ദേഹവുമായി നീണ്ട ടെലിഫോൺ സംഭാഷണം നടത്തി. എങ്ങനെ സംസാരിച്ചാലും ഈ വിഷയത്തിലേക്ക് അത് എത്തില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല. തങ്ങളുടെ മുടിൻ്റെ മഹത്വം അതിങ്ങനെ പറയും, അതിനുള്ള വിഭാരത്തുകളും കാര്യങ്ങളും. ഞാൻ ചോദിച്ചത് അതിൻ്റെ ആ ഒരു എവിടുന്ന് കിട്ടി യാഥാർത്ഥ്യം നമുക്കൊരു ആത്മവിശ്വാസം പറയും. വിശദാംശം നമുക്ക് പിന്നെ പറഞ്ഞാൽ മതി. അതിൽ മോനെ സംശയം വേണ്ട, എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 5 കൊല്ലം പഠിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ മർക്കസിൽ ഏൽപ്പിച്ചത്, മോനെ സംശയിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു വെച്ചു. ഇനി പ്രശ്നം ഉണ്ടാകണേ ഉസ്താദെ, വല്ല മുജാഹിദ് എതിർക്കുകയാണെങ്കിൽ